എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 11ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ്. പണ്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ കഥ നടക്കുന്നത്. അക്കാലത്ത് കുറേ തമിഴ് ബ്രാഹ്മണർ ഭഗവതിയുടെ ഒരു വിഗ്രഹം കയ്യിലേന്തി യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ അവർ ആലപ്പുഴയിലെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു. അന്ന് ഈ പ്രദേശം മുഴുവൻ കാട്ടുചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരു കാടായിരുന്നു. പ്രത്യേകിച്ച് സുഗന്ധമുള്ള മുല്ലച്ചെടികൾ ധാരാളമായി വളർന്നു നിന്നിരുന്ന ഒരു മുല്ലക്കാടായിരുന്നു അത്. തീക്ഷ്ണരായ ബ്രാഹ്മണർ വിശ്രമിക്കാനായി തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭഗവതി വിഗ്രഹം ഒരു മുല്ലച്ചെടിയുടെ ചുവട്ടിൽ വെച്ചു. വിശ്രമത്തിന് ശേഷം യാത്ര തുടരാനായി അവർ വിഗ്രഹം തിരികെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവിടെ നിന്നും മാറ്റാൻ സാധിച്ചില്ല. എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹം നിലത്ത് ഉറച്ചുപോയതുപോലെ തോന്നി. ദേവിക്ക് ആ മുല്ലക്കാട്ടിൽ ഇരിക്കാനാണ് താല്പര്യമെന്ന് അവർക്ക് മനസ്സിലായി. ഈ വിവരമറിഞ്ഞ തിരുവിതാംകൂർ രാജാവ് അടിയന്തരമായി ഇടപെടുകയും ദേവിക്ക് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. മുല്ലക്കാട്ടിൽ വെച്ച് ഈ വിഗ്രഹം ഉറച്ചതുകൊണ്ട് ഈ ദേവി മുല്ലയ്ക്കൽ ഭഗവതി എന്ന പേരിൽ അറിയപ്പെട്ടു. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇവിടെ ശ്രീകോവിലിൽ 2 ഭഗവതിമാരുടെ വിഗ്രഹങ്ങൾ ഉണ്ട് എന്നതാണ്. ആദ്യം മുല്ലച്ചെടിയുടെ ചുവട്ടിൽ സ്വയംഭൂവായി കണ്ടെത്തിയ വിഗ്രഹം. ഈ പ്രതിഷ്ഠയ്ക്ക് മുകളിൽ മേൽക്കൂരയില്ല. വെയിലും മഴയും മഞ്ഞുമെല്ലാം നേരിട്ട് ഭഗവതിയുടെ വിഗ്രഹത്തിന്മേൽ പതിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വനദുർഗയുടെ സങ്കല്പമുള്ളത് കൊണ്ടാണ് പ്രകൃതിയുടെ മാറ്റങ്ങൾ നേരിട്ടറിയാൻ ശ്രീകോവിൽ തുറന്നിട്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം. കാലത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ യഥാർത്ഥ വിഗ്രഹത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മനോഹരമായ പുതിയ കൃഷ്ണശില വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു. ഇതാണ് സർവൈശ്വര്യദായിനിയായ രാജരാജേശ്വരി ഭഗവതി. ഇന്ന് ഭക്തർ ആദ്യം പുതിയ രാജരാജേശ്വരി വിഗ്രഹത്തെ വണങ്ങിയ ശേഷമാണ് തൊട്ടടുത്തുള്ള വനദുർഗയെ തൊഴുന്നത്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഒരേ സമയം ഭയവും അത്ഭുതവും നിറയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വഴിതെറ്റി ആലപ്പുഴ നഗരത്തിലേക്ക് പാഞ്ഞെത്തിയ ഒരു കാട്ടാന നഗരം മുഴുവൻ തകർത്ത് ഒടുവിൽ മുല്ലയ്ക്കൽ ക്ഷേത്രമുറ്റത്ത് കയറി വന്നു. ഭയന്ന് വിറച്ച ഭക്തർ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ക്ഷേത്രനടയിലെത്തിയ ആന പെട്ടെന്ന് ശാന്തനാവുകയും ദേവിയുടെ മുന്നിൽ മുട്ടുകുത്തി വണങ്ങുകയും ചെയ്തു. ഈ ഓർമ്മയ്ക്കായി ഇന്നും ഇവിടെ വലിയ രീതിയിൽ ആനയോട്ട് ചടങ്ങുകൾ നടത്താറുണ്ട്. ഇതുകൂടാതെ ഇവിടെ മാത്രം കാണുന്ന വിചിത്രമായ ഒട്ടനവധി വഴിപാടുകൾ വേറെയുമുണ്ട്. കടുത്ത ശത്രുദോഷങ്ങളും ബാധകളും മാറാൻ ഭക്തർ കടുംചുവപ്പ് തെച്ചിപ്പൂക്കൾ കൊണ്ട് നടത്തുന്ന രക്തപുഷ്പാഞ്ജലി, വിവാഹം നടക്കാനും ദാമ്പത്യ വിജയത്തിനും ഉണ്ടാകാനും ദേവിക്ക് ചാർത്തുന്ന പട്ടുസാരി സമർപ്പണം, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വന്ന് നടത്തുന്ന പ്രശസ്തമായ തൊട്ടിൽ സമർപ്പണം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. കൂടാതെ തങ്ങളുടെ ബിസിനസ്സും കച്ചവടവും അഭിവൃദ്ധിപ്പെടുത്താൻ ആലപ്പുഴയുടെ വ്യാപാരികൾ മുടങ്ങാതെ നടത്തുന്ന പ്രത്യേക പായസ നിവേദ്യങ്ങളും ഇവിടുത്തെ വലിയൊരു വിശ്വാസമാണ്. വൃശ്ചിക മാസത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ മുല്ലയ്ക്കൽ ചിറപ്പ് മഹോത്സവം ആലപ്പുഴക്കാരുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഈ 12 ദിവസങ്ങളിൽ ആലപ്പുഴ നഗരം മുഴുവൻ ലൈറ്റുകളാൽ പ്രകാശിച്ചു നിൽക്കുന്ന വലിയൊരു ഉത്സവലഹരിയാകും. ചിറപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ക്ഷേത്രത്തിലും പരിസരമായി ലക്ഷക്കണക്കിന് മൺചിരാതുകൾ തിരിതെളിയിക്കുന്ന ലക്ഷദീപം കാഴ്ച കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരങ്ങളാണ് മുല്ലയ്ക്കലിലേക്ക് ഒഴുകിയെത്തുന്നത്. ആലപ്പുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയുടെ കാവൽ ദൈവമായ വെയിലും മഴയുമേറ്റ് ശ്രീകോവിൽ കുടികൊള്ളുന്ന മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിന്റെ 12ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.